വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രിസ്തുമസ് കാലമാണല്ലോ. അപ്പം ഇന്ന് വിശ്വാസത്തെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. വിശ്വാസം എന്ന് പറയുന്നത് പലർക്കും പല വിധത്തിലാണ്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാണ്ടിരിക്കുക, അവർക്ക് ദോഷം ചെയ്യാണ്ടിരിക്കുക, അവരെ തോൽപ്പിക്കാൻ വേണ്ടി പിന്നാലെ നടന്ന് തോൽപ്പിക്കാതിരിക്കുക. നമുക്ക് ദേഷ്യം വരുമ്പോൾ ചിലതൊക്കെ പറഞ്ഞു പോവും, ദേഷ്യത്തിൽ പറയും എന്നെ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് അങ്ങനെ വരട്ടെ എന്നൊക്കെ പറയും. പക്ഷെ അതന്നെ അവർക്ക് വന്നു കണ്ടാൽ നമുക്ക് വിഷമമാണ്. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങനെയൊന്നും വരുത്തല്ല, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാ. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോണ മനുഷ്യരാണ് സാധാരണ എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ. എന്നിട്ട് ദൈവത്തിന് 24 മണിക്കൂറും ഇങ്ങനെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ട് കുർബാനയായിക്കൊണ്ട് എല്ലാ ദിവസവും കുർബാനയായിക്കൊണ്ട് ഇങ്ങനെ വരുന്ന, അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ ഇപ്പം എന്നെയൊക്കെ കണ്ടാൽ ഭയങ്കര ഒരു സാധനം തോന്നും എന്ന് വിചാരിക്കും. പക്ഷെ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാതാവ് വരുന്ന പോലെ തോന്നും അവരെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ഉള്ളു മുഴുവൻ ഭയങ്കര വിഷമാണ്. ഒരു കുടുംബം നശിച്ചു കാണാനായിട്ട് വളരെ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ. അപ്പോൾ ഞാൻ ഒരാളെ കുറിച്ച് പറയല്ല കേട്ടോ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പൊ അവരുടെ വിശ്വാസമാണോ ഈ വിശ്വാസമാണോ ദൈവത്തിന് ഇഷ്ടപ്പെടുക എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെടുക. കാരണം നമുക്ക് ദേഷ്യം വരും, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ പറഞ്ഞത് അപ്പടി ചെയ്ത് കാണിക്കുക. അവർ പറയില്ല, അവരൊന്നും പറയില്ല, നമ്മളോടൊന്നും പറയില്ല, പക്ഷെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. ആ വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ. ദൈവമാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ലല്ലോ. ദൈവത്തിന് നീതി അറിയാലോ, ആരാ ചെയ്യണത് ശരിയെന്ന് അറിയുന്ന ആളാണല്ലോ ദൈവം. അപ്പോൾ ഞാൻ ഈ ക്രിസ്തുമസ് കാലത്ത് നല്ലൊരു കുമ്പസാരം അതുപോലെയുള്ള കാര്യങ്ങൾ എത്ര ആള് വൃത്തിയായിട്ട് കുമ്പസാരിക്കുന്നുണ്ടാവും. പക്ഷെ എല്ലാവരും ഞങ്ങളുടെ പള്ളിയിലൊക്കെ റഷാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. ഇതൊന്നും ശരിക്കും കുമ്പസാരിക്കില്ല. ശരിക്കുള്ള പാപത്തെ കുറിച്ച് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായ? അവരൊന്നും പറയില്ല. അത് എനിക്ക് 100% ഞാൻ പറയാം, ആകെ കൂടി നുണ പറഞ്ഞു, അല്ലെങ്കിൽ ഞാനൊരാളെ ദേഷ്യം വന്നപ്പോൾ ചീത്ത പറഞ്ഞു, അതുമാത്രം പറയുള്ളൂ. ബാക്കി അത് വിട്ടുള്ള പാപങ്ങളൊന്നും ആരും പറയില്ല. അവര് ഒരു കുടുംബം നശിപ്പിക്കാൻ പോയെന്നോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ കയറി കളിച്ച് അവരെ ഉപദ്രവിച്ചു എന്നോ ഒന്നും പറയില്ല. അങ്ങനെയൊന്നും പറയാത്തൊരു കുമ്പസാരം ശരിയായ കുമ്പസാരമാണോ? ഞാനത് വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ കുമ്പസാരത്തിൽ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർ ഭക്തരാവണത്. അപ്പൊ ചിലപ്പോ എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ റിബലായിരിക്കും. നമ്മള് അങ്ങനെയൊന്നുമല്ല. ഞാനൊക്കെ എൻ്റെ കാര്യങ്ങളും ദൈവത്തിൻ്റെ അടുത്തൊക്കെ പറയാം. ദേഷ്യം വന്നാലും പറയും, എനിക്കിഷ്ടമായാലും പറയും, കുറേ നന്ദിയൊക്കെ പറയും ഞാൻ ദൈവത്തിനോട്. അതൊക്കെ നേരിട്ട എല്ലാം. അതിന് സമയമില്ല, ഇന്ന സമയമൊന്നുമില്ല. അത് ആ സമയത്ത് മാത്രം പോയി അവിടെ പോയി എല്ലാവരും കാണിക്കണതല്ല എൻ്റെ ഭക്തി. അങ്ങനെയുള്ള ഞാൻ മാത്രമല്ല, കുറേ പേരുണ്ട് അങ്ങനത്തെ ആൾക്കാര്, ഈ കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാര്. ചിലര് മറ്റുള്ളവര് കാണാൻ വേണ്ടി മാത്രം ചെയ്യണ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ജീവിതത്തിൽ മുഴുവൻ മറ്റുള്ളവർക്ക് ഉപദ്രവം മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പൊ യേശുക്രിസ്തു ആണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അവരെ വല്ലതും ചെയ്താൽ പോലും ക്ഷമിക്കണം എന്ന് പറയുന്ന ആളാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ പോണ ആൾക്കാരാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക. എന്തിനാ ഉപദ്രവിക്കണേന്ന് വെച്ചാൽ അതെന്നെ അറിയില്ല. നിസ്സാര കാര്യങ്ങളായിരിക്കും. അത് മനസ്സിൽ കൊണ്ട് നടന്ന് അത് വലിയ വ്രണാക്കി ആ കുടുംബം നശിപ്പിച്ച് അടങ്ങുമെന്ന് വിചാരിച്ച് ആ കുടുംബത്തിൽ കയറി കളിച്ച് അവരിൽ തമ്മിൽ പിളർപ്പുണ്ടാക്കി ഞാൻ പല കാലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ജീവിതത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പലരുടെ ജീവിതത്തിലും എന്നോട് സംസാരിച്ച് എനിക്കറിയാം. അതെങ്ങനെ ഇവർക്ക് അത് ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഇവര് പള്ളിയിൽ പോകും. ഇതൊക്കെ ചെയ്ത് അപ്പൊ തന്നെ രാവിലെ എണീറ്റ് പള്ളിയിൽ പോയിട്ട് കുർബാന സ്വീകരിച്ച് അവർ വരണ്ട കാണുമ്പോൾ നമുക്ക് തോന്നും, ദൈവം ഇവരെന്നെയല്ലേ ഇപ്പൊ ഇന്നലെ ഇവരോട് ഇങ്ങനെ കാണിച്ചത്, എന്നിട്ടല്ലേ ഇവരിങ്ങനെ പോയതെന്ന് തോന്നും. അപ്പോ പലതരം വിശ്വാസങ്ങളുണ്ടെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഏത് വിശ്വാസത്തിൽ പെടുന്ന ആൾക്കാരാണോ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക.
അപ്പോൾ ഞാനിപ്പോൾ ക്രിസ്തുമസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആഘോഷങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ആഘോഷങ്ങളാണല്ലോ. ഇപ്പം എൻ്റെ വീട്ടിലും ഭയങ്കര ആഘോഷമല്ല, ഒരു ചെറിയ ആഘോഷങ്ങളൊക്കെ നടത്തണമെന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുമസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറേ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക, അവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക, അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പോയില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. പിന്നെ നമുക്ക് പറ്റുന്ന വല്ല സഹായം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്തു കൊടുക്കുക. അതൊക്കെ ദൈവം ആശിക്കുന്നുള്ളൂ, യേശു അതന്നെ ആശിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്രിസ്തുമസിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ചെയ്യാനുള്ളത് തന്നെയുള്ളൂ. ഭയങ്കര പുണ്യൊന്നും നമുക്ക് നേടിയെടുത്തില്ലെങ്കിലും ഇങ്ങനെ ചിലതൊക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ഇപ്പം എന്നെ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വല്ലതും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. പറ്റാത്തവരാണ് ഉപദ്രവിക്കാതിരിക്കുക. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അവരുടെ സ്വസ്ഥതയിൽ അവർ ജീവിക്കട്ടെ. അപ്പം അങ്ങനെ വിചാരിച്ചാൽ അവർ വിടുക. അത്രയൊക്കെ ചെയ്താൽ മതി. അതൊക്കെ ഒരു വലിയ പുണ്യമാണ്. അപ്പോൾ ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.